സൈന്യം ഇപ്പോൾ ഈ താൽക്കാലിക പാലം ഉണ്ടാക്കി മുണ്ടക്കൈയുമായി ഒരു 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 ബന്ധമുണ്ടാക്കി അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവരിക എന്നതാണല്ലോ ആലോചിക്കുന്നത്. അത് എപ്പോൾ സാധ്യമാകും? അത് എന്തായാലും തിടുക്കപ്പെട്ട അക്കാര്യത്തിൽ ഒരു നടപടി നടക്കും എന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ അതിന്റെ അത് പണിയുന്നതടക്കമുള്ള പരിപാടിയിലേക്ക് സൈന്യം കടന്നിട്ടേ ഉള്ളൂ. അത് പൂർത്തിയാകാൻ കുറച്ച് സമയം എന്തായാലും എടുക്കും. പക്ഷേ അത് മാത്രം കാത്തു നിൽക്കാതെ ഈ അത്രയധികം വെള്ളം കുത്തിയൊലിച്ചെത്താത്ത ഭാഗത്തുകൂടി ഉള്ളിലേക്ക് ചെല്ലാൻ കഴിയുമോ എന്ന് സൈന്യം ശ്രമിക്കുന്നുണ്ട്. ഇത്രയധികം മോശമായ കാലാവസ്ഥയിലും മോശമായ ടെറൈനിലും സൈന്യത്തിന്റെ നേതൃത്വത്തിലും ഈ രക്ഷാ ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിലും പരമാവധി ശ്രമങ്ങൾ ഇക്കാര്യത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഗോപി, ഒരു കാര്യം ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഈ ജലം കൂടുതലായി ഒഴുകി വന്നിട്ടുണ്ട് എന്നും കലങ്ങി ഒഴുകുന്നു എന്നും ഒരു പക്ഷേ മുകളിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ടാകും എന്നുള്ള സംശയം ഏറെക്കുറെ നമുക്ക് ശരിവെക്കാമെന്ന് തോന്നുന്നു. കാരണം ഇതുവഴി ശക്തമായ രീതിയിൽ നീരൊഴുക്ക് ഇപ്പോൾ ഉണ്ട്. നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് വീണ്ടും ചെറിയ രീതിയിലെങ്കിലും ഉരുൾ പൊട്ടിയതെ തുടർന്ന് ആകാമെന്നാണ് നിലവിൽ ഇപ്പോൾ കരുതുന്നത്. സൈന്യം വൈകുന്നേരത്തോടു കൂടിയെങ്കിലും ഇരുട്ട് വീഴും മുമ്പെങ്കിലും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് അവർക്ക് എത്തിച്ചേർന്ന് പൂർണ്ണമായ തോതിൽ അവരുടെ ഓപ്പറേഷൻ രക്ഷാദൗത്യം ആരംഭിക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ദുരന്തമുഖത്ത് നിന്ന് ശ്രീകാന്ത് ഇപ്പോൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നത് സൈന്യം എത്തി രക്ഷാദൗത്യങ്ങൾ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒറ്റപ്പെട്ടു പോയ ഈ രണ്ട് പ്രദേശങ്ങൾ അട്ടമലയിലും മുണ്ടക്കൈയിലേക്കും എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതായിരുന്നു. ഏതാണ്ട് 4-5 പേരടങ്ങുന്ന NDRFന്റെ ഒരു സംഘത്തിന് മാത്രം ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് രക്ഷാദൗത്യം അവിടേക്ക് എത്തിയിരുന്നില്ല. ആ പ്രതിസന്ധി പരിഹരിക്കുക എന്നതാണ് സൈന്യത്തിന് മുന്നിലെ ആദ്യത്തെ വെല്ലുവിളി. അതിന് അവർ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ നിന്നെത്തിയ സേനയിലെ വിദഗ്ധർ ഉണ്ട്. അവരായിരിക്കും ഈ താൽക്കാലിക പാലം നിർമ്മിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ റിവർ ക്രോസിംഗ് ടീം എന്ന് പറയുന്ന നാവികസേനയുടെ പ്രത്യേക പരിശീലനം ലഭിച്ച സംഘവും അവിടെ എത്തുന്നു. TK റീജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. റീജിത്ത്, ഇപ്പോൾ സൈന്യത്തിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. റീജിത്ത്, ഇപ്പോൾ സേനയുടെ മുന്നിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട സേന കാണുന്ന ഒരു പോംവഴി എന്നത് അവിടെ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കി മുണ്ടക്കൈയിലേക്ക് എത്തുക എന്നതാണ്. അവിടെ മനാഫ് എന്ന് പറയുന്ന രക്ഷാപ്രവർത്തകൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, എത്രയോ ആളുകൾ അവിടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്, എത്രയോ പേർ സ്വന്തം വീട് ഇടിഞ്ഞ് വീണ് അതിനകത്ത് കടന്ന് ജീവന് വേണ്ടി അപേക്ഷിക്കുകയാണെന്നാണ്. അത്ര ഗുരുതരമായ ഒരു സാഹചര്യം അവിടെയുണ്ട്. രക്ഷാദൗത്യം സൈന്യം ഏറ്റെടുക്കുന്നതോടെ പെട്ടെന്ന് തന്നെ ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ റീജിത്ത്? തീർച്ചയായും ഗോപികൃഷ്ണൻ, ഈ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ, അവരുടെ നടപടികൾ, അതിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത്. സൈന്യത്തിന്റെ നീക്കങ്ങൾ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. മേഖലയിലേക്ക് നേരിട്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണത്. KR ഗോപികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴൊരു താൽക്കാലിക പാലമുണ്ടാക്കി അവിടേക്ക് എത്തുക, അതിനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നടപടികൾ. പക്ഷേ ആ പാലം എപ്പോഴേക്ക് യാഥാർത്ഥ്യമാകും, എപ്പോഴേക്ക് ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കിടയിലേക്ക് സൈന്യത്തിന് എത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. എങ്കിലും സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സംഘത്തെ എത്തിച്ചുകൊണ്ട് ആ മേഖലയിലേക്ക് എത്തുക, അവിടേക്ക് രക്ഷാദൗത്യം നടത്തുക എന്നുള്ളത് തന്നെയാണ് സൈന്യം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. മരണസംഖ്യ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം അത് 83 നിരവധി പേരെ ഇപ്പോഴും കാണാനില്ല. എവിടെയാണുള്ളത് എന്നറിയില്ല. ഒരുപാട് പേർ ആശുപത്രിയിലുണ്ട്. അവിടെ നിന്ന് വിലാപത്തിൻ്റെ കാഴ്ചകൾ, കണ്ണീർ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കളിൽ ചിലരൊക്കെ ആശുപത്രിയിലുണ്ട്. പക്ഷേ കൂടെയുള്ളവർ എവിടെ എന്നുള്ള കാര്യത്തിൽ അവർക്കും യാതൊരു ഉത്തരവുമില്ല. ആശുപത്രിയിലുണ്ടോ, മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണോ എന്നൊന്നും വ്യക്തമാവാത്ത തരത്തിലുള്ള, അത്രയും വേദനാജനകമായ, സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ദുഃഖഭരിതമെന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന കാഴ്ചകളാണ് നമ്മൾ മുണ്ടക്കയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഏകപാലം തകർന്നതോടുകൂടി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് മുണ്ടക്കൈ. അവിടെ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. രാവിലെ മുതൽ വല്ലതും അവർ കഴിച്ചിട്ടുണ്ടോ, വല്ല ഭക്ഷണവും അവർ കഴിച്ചിട്ടുണ്ടോ, വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു വ്യക്തതയില്ല. അവരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സജീവമായി തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ പോലും എത്രത്തോളം ദുഷ്കരമായ ദൗത്യമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഒരു വലിയ നാട് വിറങ്ങലിച്ചു നിൽക്കുന്ന സാഹചര്യം. 28 മൃതദേഹങ്ങളാണ് ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നത്. ബാക്കി മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം പലയിടങ്ങളിലും ശരീരഭാഗങ്ങളൊക്കെ മാത്രമായി പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യം. അത്രയും വേദനാജനകമായ, അത്രയും നമ്മുടെ കരളലിയിപ്പിക്കുന്ന, നടുക്കുന്ന കാഴ്ചകളാണ് ആ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 3 ആശുപത്രികളിലാണ് ഇപ്പോൾ ഇവരെ മാറ്റിയിരിക്കുന്നത്. അതിൽ തന്നെ 100-ലധികം പേർ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് കണക്ക്. അത് ഔദ്യോഗിക കണക്കാണ്.
കൂടുതൽ പേരെ വരും മണിക്കൂറുകളിൽ ഓരോ നിമിഷങ്ങളിലും ആശുപത്രികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അട്ടമലയിലെ സാഹചര്യം അതുതന്നെയാണ്. ചൂരൽമല പൂർണ്ണമായി ഒലിച്ചു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വെള്ളാർമല സ്കൂളും പാലവും സമീപത്തെ ക്ഷേത്രവും വെള്ളത്തിനടിയിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 100ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അതിലധികം കുടുംബങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വ്യക്തതയുമില്ല. തകർന്ന വീടിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് ആളുകൾ പറയുന്നു. ചിലരെ കാണാനില്ല, അതുകൊണ്ട് അവർ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടവരാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അവരെയൊക്കെ കണ്ടെത്തുക എന്നുള്ള രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. കൂടുതൽ സംവിധാനങ്ങൾ നമുക്ക് അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോഴും ഈ മുണ്ടക്കൈയൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള സാഹചര്യം അത് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അവിടേക്ക് എത്തുക, അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ഇടപെടലുണ്ടാകുന്നു. സംസ്ഥാനവും ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഘട്ടത്തിൽ വേണ്ട ഏകോപനം ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യം ആലോചിക്കുന്നു. മന്ത്രിമാർ അവിടേക്ക് എത്തുന്നു, അവിടെ നിന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. 25 മൃതദേഹങ്ങൾ കിട്ടിയത് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള നിലമ്പൂർ ചാലിയാർ പുഴയിൽ നിന്നാണ്. ഒഴുകിയെത്തിയ മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാനാവാത്ത നിലയിലുണ്ട്. രക്ഷാകരം തേടിക്കൊണ്ടെങ്ങും വിലാപക്കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിലായി ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 5 മണിക്കുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനം ഏത് തരത്തിലുള്ള രക്ഷാദൗത്യമാണ് തുടർന്ന് ആലോചിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ, ഇതുവരെയുള്ള രക്ഷാദൗത്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഔദ്യോഗിക വിശദീകരണം എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ നമുക്ക് കാണാൻ കഴിയും. സൈന്യത്തിൻ്റെ കൂടുതൽ സംഘങ്ങൾ, ഹെലികോപ്റ്ററുകൾ രാവിലെ അവിടെ എത്താനാവാതെ തിരിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ സംസ്ഥാനം മുഴുവനായി അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തേണ്ട രക്ഷാദൗത്യമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ പ്രേക്ഷകർ റീജിത്ത്, ഞാൻ ഒരു നിമിഷം വരെ, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സൈന്യം തുടങ്ങി വെച്ച രക്ഷാദൗത്യത്തിൻ്റെ ദൃശ്യങ്ങളാണ്, ചിത്രങ്ങളാണ്. ഈ ദൃശ്യങ്ങളാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ ദുരന്ത മേഖലയിൽ നിന്ന് വരുന്നത്.